ദുബായ് ഫ്ലൈറ്റിൽ ലാൻഡിങ്ങിനായുള്ള അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ബഷീറിൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. 5 വർഷം കഴിഞ്ഞിരിക്കുന്നു നാട്ടിലേക്കൊന്ന് പോയിട്ട്. ഇടയ്ക്കൊന്ന് പോകാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടോ ലീവ് കിട്ടാഞ്ഞിട്ടോ അല്ല പോകാതിരുന്നത്. ഏക മകളുടെ നിക്കാഹ് ഉറപ്പിച്ചതുകൊണ്ട് അവളുടെ കല്യാണത്തിന് വേണ്ടതെല്ലാം കരുതി വെക്കണമെന്നൊരു ചിന്ത വന്നപ്പോൾ കടിച്ചു പിടിച്ച് നിന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് വന്നത് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം യഥാർത്ഥമായപ്പോഴാണ്. 10 വർഷത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ തീർത്ത് സ്വന്തമായി ഒരു കുഞ്ഞു വീട് പണിതുയർത്തിയത്. അതുകൊണ്ട് തന്നെ ശേഷിച്ച കാലം നാട്ടിൽ സ്വന്തം വീട്ടിൽ ഭാര്യയോടും മക്കളോടും ഒപ്പം കഴിയണമെന്ന് ഏറെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഭാര്യയോട് പറഞ്ഞ് താനിനി തിരിച്ചു പോകുന്നില്ല. എന്തായിക്ക ഈ പറയുന്നത്? മോൾക്കിപ്പോൾ വയസ്സ് 13ആയി. 5 വർഷം കൂടി കഴിഞ്ഞാൽ അവളെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കണ്ടേ? അതിന് നമ്മുടെ കയ്യിൽ വല്ലതുമുണ്ടോ? നാട്ടിൽ നിന്ന് 5 വർഷം കൊണ്ട് എന്ത് സമ്പാദിക്കാനാ? സുഹറയുടെ ചോദ്യം ബഷീറിനെ ചിന്താകുലനാക്കി. ശരിയാണ് അവൾ പറഞ്ഞത്. ഇക്കാലത്ത് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചയക്കണമെങ്കിൽ രൂപ എത്രയാണ് വേണ്ടത്? തൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ബഷീർ വീണ്ടും മണലാരണ്യത്തിലേക്ക് മനസ്സോടെ യാത്ര തിരിച്ചു. അയാളുടെ ചിന്തകൾ 5 വർഷം പുറകോട്ട് സഞ്ചരിക്കുകയായിരുന്നു. ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുമ്പോഴുള്ള വൈബ്രേഷൻ ബഷീറിനെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തി. തന്നെ വിളിക്കാനായിട്ട് ആരും വരേണ്ടെന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു. ഭാര്യയുടെ ബന്ധുക്കളെ എയർപോർട്ട് കാണിക്കാനായി എന്തിനാ വെറുതെ ഒരു പായ്ച്ചെലവ്? അതും തൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുക്കണ്ടേ? എയർപോർട്ടിന് പുറത്തിറങ്ങി അയാളുടെ ഒരു ടാക്സിക്കാർ വിളിച്ചു. ലഗേജുകൾ ഡിക്കിൽ വയ്ക്കാൻ ഡ്രൈവറും അയാളെ സഹായിച്ചു. കാലം എത്ര കഴിഞ്ഞാലും യാത്രാസുഖം നമ്മുടെ ഈ പഴയ അംബാസഡറിന് തന്നെയാണല്ലേ. ഡ്രൈവിംഗ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൗനിയായി കാർ ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറെ ഒന്ന് സന്തോഷിപ്പിക്കാനായി ബഷീർ പറഞ്ഞു. അത് പിന്നെ പറയാനുണ്ടോ? മറ്റു കാറുകളേക്കാൾ വാടകയും കുറവാണ്. ഡ്രൈവർ മറുപടി പറഞ്ഞപ്പോൾ തൻ്റെ പിശുക്ക് അയാൾക്ക് മനസ്സിലായോ എന്ന് ബഷീർ ശങ്കിച്ചു. കാറിൻ്റെ പിൻസീറ്റിൽ മലർന്നു കിടന്ന് ഇടത് സൈഡിലൂടെ വിൻഡോയുടെ പുറം കാഴ്ചകൾ കൗതുകത്തോടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മെസ്സഞ്ചർ ടോൺ കേട്ടു. ഇക്ക ഇതുവരെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തില്ലേ? മോൾ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുക, ഉപ്പായ കാണണമെന്നും പറഞ്ഞ്. സുഹറയുടെ മെസ്സേജായിരുന്നത്. കയറ് പൊട്ടിക്കുന്നത് മോളാണോ അതോ നിൻ്റെ കൽബാണോ? അയ്യടാ, വയസ്സാം കാലത്ത് കൊഞ്ചാൻ വന്നിരിക്കുന്നു. 2 മാസം കഴിഞ്ഞ് മോളുടെ നിക്കാഹാണ്. അത് വല്ലതും ഓർമ്മയുണ്ട മനുഷ്യ? എല്ലാം ഓർമ്മയുണ്ടടി. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ടാക്സിയിലാണിപ്പോൾ. 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ശരി. പച്ചലേറ്റ് അണഞ്ഞു. പാവം, ഉള്ളിൽ തന്നോടുള്ള സ്നേഹം മാത്രം നിറഞ്ഞു വയ്ക്കാനും താനത് പിടിച്ചു വാങ്ങണം, അതാണ് അവൾക്കിഷ്ടം. ഭാര്യയുമൊത്തുള്ള പ്രണയാർദ്ര നിമിഷങ്ങൾ ഓർത്തും അയാൾ വീണ്ടും പുറത്തെ പച്ചപ്പിലേക്ക് കണ്ണുനട്ടു. 20 വർഷങ്ങൾക്ക് മുമ്പാണ് തൻ്റെ വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് താൻ അവളെ സ്വന്തമാക്കിയത്. പ്രമാണിയായിരുന്ന തൻ്റെ ബാപ്പ ഇഷ്ടംപോലെ ഭൂസ്വത്തുകൾ ഉണ്ടായിരുന്ന മുണ്ടംപറമ്പിൽ ഹസൈനാറാജിയുടെ 5 മക്കളിൽ 2ാമനായിരുന്ന താനും ജ്യേഷ്ഠനും ഒഴിച്ച് 3 പേരും പെൺമക്കൾ. ഈ വീട്ടിലെ ബാല്യക്കാരിയുടെ മകളെ നിനക്ക് മറക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ അവളുമായി ഈ നാട്ടിൽ നിന്നും പോയിക്കൊള്ളണം. എൻ്റെ കൺമുന്നിൽ നിങ്ങളെ മേലാൽ കണ്ടുപോകരുത്. ഇനി മുതൽ എൻ്റെ സ്വത്തുവകളിൽ നിനക്ക് യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല, ഓർത്തോ. ബാപ്പയുടെ ഈ കടുത്ത തീരുമാനത്തിന് മുന്നിൽ എതിർത്തൊന്നും പറയാതെ താനന്ന് കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നു. പിന്നീട് ഇതുവരെ തനിക്ക് തറവാടുമായി യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. ആദ്യമായി ഒരു മകൾ പിറന്നപ്പോൾ അവളെ കാണാനെങ്കിലും ഉമ്മയും ബാപ്പയും വരുമെന്ന് താൻ ആശിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഓരോന്നാലോചിച്ചിരുന്ന് വീടെത്തിയതറിഞ്ഞില്ല. കാറിൽ നിന്നിറങ്ങിയപ്പോൾ മോൾ ഓടി വന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ചു. സുഹറയുടെ വീട്ടുകാർ അടുത്തുണ്ടായിരുന്നത് കൊണ്ടാവാം അവളുടെ സ്നേഹം ഒരു പുഞ്ചിരിയിലൊതുക്കി അകത്തേക്ക് വലിഞ്ഞതെന്ന് ബഷീർ നീരസത്തോടെ ഓർത്തു. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് പെട്ടി പൊട്ടിക്കുവാൻ വരാമെന്ന് പറഞ്ഞ് ബന്ധുക്കളൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയി. മോൾ ഉറങ്ങിയോ സുഹറ? രാത്രി കുളി കഴിഞ്ഞ് വന്നിട്ട് ഫോഗിൻ്റെ ബോഡി സ്പ്രേ എടുത്ത് ശരീരമാസകലം അടിച്ചും കൊണ്ട് ബഷീർ ഭാര്യയോട് ചോദിച്ചു. എന്താണെന്നറിയില്ല, അവൾ ഇന്ന് നേരത്തെ ഉറങ്ങാൻ കയറി. അവൾക്ക് വിവരമുണ്ടടി. അവൾക്കറിയാം ബാപ്പ 4-5 കൊല്ലം കൂടിയതിന് ഉമ്മയെ കാണുന്നതെന്ന്. എന്തേ? ബാപ്പായ്ക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചേക്ക്. ഞാനിന്ന് പുറത്താ. ഫോഗ് സ്പ്രേ ആവിയായി പോയത് പെട്ടെന്നായിരുന്നു. എന്തായാലും ഇത് വല്ലാത്ത ചതിയായിപ്പോയി. നിനക്കൊന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ? ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നല്ലോ. പിന്നെ അപ്പോൾ നിങ്ങൾക്കിതിനു വേണ്ടി മാത്രമാണോ ഇങ്ങോട്ട് വന്നത്? ഇതിനിയും സമയം അങ്ങ് കിടക്കുകയല്ലേ. ഏതായാലും ഇനി തിരിച്ചു പോകുന്നില്ലല്ലോ. മോളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നിരാശ നീയടിച്ച് അയാളുടെ മുഖം ഇരുകൈകളും കോരിയെടുത്ത് കൊഞ്ചലോടെ അവൾ പറഞ്ഞു. നീ ആ ജനലുകൾ തുറന്നിട്ട്, നല്ല ചൂടുണ്ട്. കയ്യെത്തിച്ച് ജാലകപ്പാടികൾ തുറന്നിട്ട് സുഹറ വീണ്ടും അയാളുടെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു. തണുത്ത ഇളങ്കാറ്റ് അകത്തേക്ക് കയറി വന്ന് അയാളെ പൊതിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും ആ മരുഭൂമിയിലെ ഉരുകിയൊലിക്കുന്ന വെയിലത്ത് നിൽക്കേണ്ടി വരില്ലല്ലോ എന്ന ആശ്വാസമായിരുന്നു അയാൾക്ക്. ഈ മാസം തന്നെ നിശ്ചയം നടത്തി സ്ത്രീധന പണം അവൾക്ക് കൊടുക്കണ്ടേ? വേണം. നാളെ തന്നെ നിൻ്റെ ബാപ്പയോടും കൂട്ടി ഞാൻ അവിടം വരെ ഒന്ന് പോകാം. ഫോട്ടോയിൽ കണ്ടതെല്ലാം ചെക്കനെ ഞാൻ നേരിട്ട് കണ്ടില്ലല്ലോ.
എൻ്റെ ഉപ്പയും ആങ്ങളെയും കണ്ടതല്ലേ, മോശമാവില്ല, സുഹറ അഭിമാനത്തോടെ പറഞ്ഞു. ഓ, സമ്മതിച്ചു. എന്നാൽ പിന്നെ നമുക്ക് ഉറങ്ങാം, രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ. പിറ്റേന്ന് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി ഉറങ്ങുമ്പോഴാണ് ഗേറ്റ് തുറന്ന് പർദ്ദയിട്ടൊരു സ്ത്രീ വരുന്നത് ബഷീർ കണ്ടത്. അടുത്തെത്തിയപ്പോൾ അത് തൻ്റെ ഉമ്മയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നും അറിയാതെ അയാൾ അമ്പരന്ന് പോയി. മോനെ ബഷീർ, ഉമ്മയെ മറന്നു പോയോടാ നീ. വർഷങ്ങൾക്ക് ശേഷം ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള വിളി കേട്ട് ബഷീറിൻ്റെ മനസ്സ് ആർദ്രമായി. എന്താ ഉമ്മ ഈ ചോദിക്കുന്നത്? എൻ്റെ ഉമ്മയെ എനിക്ക് മറക്കാൻ കഴിയുമോ? കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ ഉമ്മ. അകത്തേ കയറിയിരിക്കെ. ശബ്ദം കേട്ട് അകത്തുനിന്ന് സുഹറയും മകളും ഇറങ്ങുന്നു. ചെറുമകളെ കണ്ടപ്പോൾ അവർ അവളെയും ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു. എന്തൊക്കെയോ ഉമ്മ വിശേഷം, പറയും. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഉമ്മയ്ക്ക് എന്തത്ര ക്ഷീണിച്ചു പോയത്? അത് മോനെ, പറയാൻ ഒരുപാടുണ്ട്. ഉമ്മ ഇപ്പോൾ വന്നത് മോൻ്റെ ഒരു സഹായത്തിനായിട്ടാണ്. എന്താ ഉമ്മ, ഞാൻ എന്താ ചെയ്യേണ്ടത്? മോനെ, ഉപ്പയുടെ സ്വത്ത് പകുതിയും കൊടുത്താണ് നിൻ്റെ 2 പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ടത്. അവരൊക്കെ അവരുടെ കാര്യവും നോക്കിപ്പോയി. ബാക്കിയുള്ളത് ഇളവേളയായ സഹനയും വിവാഹത്തിനായി കരുതി വച്ചിരുന്ന. പക്ഷേ നിൻ്റെ ജ്യേഷ്ഠൻ ബാപ്പയെ പറ്റിച്ച് തറവാടും അതിനോട് ചേർന്നുള്ള വസ്തുവകകളും സ്വന്തം പേരിൽ എഴുതി വാങ്ങിച്ചു. പിന്നെ അവൻ്റെ ഭരണമായിരുന്നു. കള്ളവും കഞ്ചാവും പെണ്ണുമൊക്കെ ആയിട്ട് അവനതെല്ലാം വിറ്റു തുലച്ചു. ഇപ്പോൾ കഞ്ചാവ് കേസിൽപ്പെട്ട് അവൻ ജയിലിലാണ്. ഞാനും ബാപ്പയും ഷഹനയും ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്നും രാവിലെ പ്രായമായ നിൻ്റെ ബാപ്പ വണ്ടിയിൽ പയക്കച്ചവടത്തിന് പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ പട്ടിണിയില്ലാതെ കഴിയുന്നത്. നിനക്കറിയാമോ, ഷഹനയ്ക്ക് വയസ്സ് 30ആയി. ഞങ്ങളുടെ കാലശേഷം അവളുടെ ഭാവി എന്താകുമെന്ന് ഓർത്താണ് ഉപ്പയും ഉമ്മയുടെയും ആദി. നിൻ്റെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാഞ്ഞത് കൊണ്ടാണ് ഉപ്പ ഇങ്ങോട്ട് വരാതിരുന്നത്. ഗതികേട് കൊണ്ടാണ് മോനെ, നീ പഴയതൊന്നും മനസ്സിൽ വയ്ക്കരുത്. ഇനി നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരാശ്രയമായിട്ട്. അവർ മകൻ്റെ മുമ്പിൽ കൈകൂപ്പി കരഞ്ഞു. എന്താ ഉമ്മ ഇത്? ഉമ്മ കരയല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. ആദ്യം ഉമ്മ വന്ന് വല്ലതും കഴിക്ക്. ബഷീർ ഉമ്മയെ ആശ്വസിപ്പിച്ചും കൊണ്ട് അകത്തേക്ക് പോയി. ഉമ്മയ്ക്ക് കഴിക്കാനുള്ള ടേബിളിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് സുഹറ മുറിയിലേക്ക് വന്നു. ബഷീർ ഇപ്പോൾ താൻ കൊണ്ടുവന്ന ലഗേജിൽ നിന്ന് ഉമ്മയുടെ കയ്യിൽ കൊടുത്തു വിടാനുള്ള സാധനങ്ങൾ പായ്ക്ക് ചെയ്യുകയായിരുന്നു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉമ്മയോട് എന്തിനു വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞത്? പെങ്ങളെ കെട്ടിച്ചു വിടാനുള്ള കാശ് നിങ്ങളുടെ കയ്യിലുണ്ടോ? സുഹറ അനിഷ്ടത്തോടെ അയാളോട് ചോദിച്ചു. അല്ലാതെ ഞാനെന്ത് ചെയ്യും സുഹറ? എൻ്റെ കൂടെപ്പിറപ്പല്ലേ. അവൾ 30 വയസ്സായിട്ടും വിവാഹം നടക്കാതെ നിൽക്കുന്ന പെങ്ങളെ കണ്ടില്ലെന്നടിച്ച് 18 വയസ്സ് തികയാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുള്ള എൻ്റെ മകളെ ഞാനെങ്ങനെ കല്യാണം കഴിച്ചേക്കും? അപ്പോൾ അവൾക്ക് വേണ്ടി കരുതി വെച്ചതെല്ലാം പെങ്ങൾക്ക് കൊടുക്കാൻ പോകുവാണോ? അപ്പോൾ നമ്മുടെ മോളും കല്യാണം എങ്ങനെ നടത്തും? എല്ലാം നടക്കും സുഹറ. ഒരംഗത്തിനുള്ള ബാല്യം കൂടി പടച്ചോൻ എനിക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു വന്നാണെങ്കിലും ആ മരുഭൂമിയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. പ്രവാസിയല്ലേ ഞാൻ. ഒന്നെങ്കിൽ സ്വന്തം നാട്ടിൽ പ്രാരാബ്ധക്കാരനായി കഴിയണം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്കായി മരുഭൂമിയിൽ സ്വന്തം എരിഞ്ഞടങ്ങണം. ഇതിൽ ഞാൻ നോക്കിയിട്ട് എല്ലാവർക്കും നല്ല 2ാമത്തെ ഓപ്ഷനാണ്. 5 വർഷം കൂടി കഴിയുമായിരിക്കും. സാരമില്ല, ഇപ്പോൾ അവൾ പഠിച്ചും കൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴേക്കും അവളുടെ കോഴ്സും കംപ്ലീറ്റ് ആവും. എല്ലാം തീരുമാനിച്ചുറച്ച പോലെ അയാൾ പറഞ്ഞു. കുടുംബസ്വത്തിൽ നിന്നും ഒരു ന്യായ പൈസ പോലും തരാതെ നിങ്ങളെ തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കിയതല്ലേ. എന്നിട്ടും എന്തിനാ നിങ്ങൾ അവരെ സഹായിക്കുന്നത്? അവർ എൻ്റെ സ്വന്തം ഉമ്മയും ബാപ്പയും ആയതുകൊണ്ട് സ്വത്തുക്കളൊന്നും തന്നില്ലെങ്കിലും നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ പാറ്റാനുള്ള നല്ല കഴിവുള്ള ആൺകുട്ടിയായി അവരെന്നെ വളർത്തിയെടുത്തില്ലേ. അതുമാത്രം മതിയല്ലോ ഒരു മകന് സ്വന്തം മാതാപിതാക്കളോട് കടപ്പാടുണ്ടാവാൻ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് സുഹറയ്ക്ക് മനസ്സിലായി. വീണ്ടും ഭർത്താവിനെ നോക്കി വരുന്ന 5 വർഷം കൂടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കാൻ അവളും സ്വന്തം മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞിരുന്നു.